الحمد لله رب العالمين. الصلاة والسلام على نبيه الأمين وعلى آله وصحابه أجمعين. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 77, 78 രണ്ട് സൂക്തങ്ങൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فعقروا الناقة وعتوا عن أمر ربهم وقالوا يا صالح ائتنا بما تعدنا إن كنت من المرسلين. فأخذتهم الرجفة فأصبحوا في دارهم جاثمين. فعقروا الناقة, എന്നിട്ട് അവർ ഒട്ടകത്തെ അറുത്തു. വഅതൗ, അവർ ധിക്കാരം കാണിച്ചു. അൻ അംരി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയോട്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, യാ സ്വാലിഹ്, ഓ സ്വാലിഹ്, ഇഅ്തിന, നീ കൊണ്ടുവാ, ബിമാ തഅദുന, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞ ശിക്ഷ വരട്ടെന്നാൽ ഒട്ടകത്തിന് ഞങ്ങൾ കൊന്നിരിക്കണം, ഞാൻ ശിക്ഷ വരട്ടെ. ഇൻ കുൻത മിനൽ മുർസലീൻ, നീ മുർസലാണെങ്കിൽ അത് കാണണം. ഫഅഖദത്ഹും അർറജ്ഫ, അവരെ ഒരു റജ്ഫത്ത് പിടികൂടി, ഒരു കുലുക്കം, ഒരു ഭീകരമായ ശബ്ദം, എല്ലാം കൂടി ഉൾപ്പെടുന്ന പദമാണ്. 4 പദത്തിൽ അല്ലാഹു തആല പരിചയപ്പെടും. എല്ലാം കൂടി അതിൻ്റെ എല്ലാ ഭീകരതകളും ഉൾക്കൊള്ളുന്ന 4 വാക്കുകൾ അല്ലാഹു തആല ഇവരെ നശിപ്പിച്ചതിനെ സംബന്ധിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ പറയാം. ഫഅഖദത്ഹും അർറജ്ഫത്തു, അവരെ ഒരു കുലുക്കം അല്ലെങ്കിൽ ഒരു ഞെട്ടൽ, ഒരു പ്രകമ്പനം പിടികൂടി. ഫഅസ്ബഹു, അവർ രാവിലെ പ്രഭാതത്തിലായി തീർന്നു. ഫീ ദാരിഹിം, അവരുടെ വീടുകളിൽ, ജാസിമീൻ, മുട്ടുകുത്തി വീണ് കിടക്കുന്ന നിലയിൽ, ഒന്നും പ്രതിരോധിക്കാൻ കഴിയാതെ മുട്ടുകുത്തി വീണ് കിടക്കുന്ന അവസ്ഥയിലായി. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫഅഖറുൻ നാക്ക, അവർ ആ എന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രവാചകൻ്റെ സന്ദേശവും ഉത്ബോധനവും ബോധവൽക്കരണവും ഗുണകാംക്ഷാപൂർവമുള്ള നിർദ്ദേശങ്ങളുമൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ ഒട്ടകത്തെ അറുത്തു. അറുക്കരുത് എന്നുള്ളതിൻ്റെ കൽപ്പന ഉണ്ട്, ഉപദ്രവിക്കരുത് എന്നുണ്ട്. അതൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും അഖറു, അവർ അറുത്തു, നാക്കത്ത, ഒട്ടകത്തെ. വഅതൗ, അവർ അനുസരണക്കേട് കാണിച്ചു അല്ലെങ്കിൽ ധിക്കരിച്ചു, ദുശാഠ്യം കാണിച്ചു എന്നൊക്കെയാണ്. അതൗ അൻ അംരി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ കൽപ്പനയോട്. വഖാലു, അവർ പറഞ്ഞു, യാ സ്വാലിഹ്, അലയ സ്വാലിഹ്, ഇഅ്തിനാ ബിമാ തഅദുന, നീ പേടിപ്പിച്ച, ഭീഷണിപ്പെടുത്തിയ ശിക്ഷ കൊണ്ടുവരൂ. ഇൻ കുൻത മിനൽ മുർസലീൻ, നീ ദൂതന്മാരിൽപ്പെട്ടവനാണെങ്കിൽ. ഫഅഖദത്ഹുമുർ റജ്ഫത്തു, അപ്പോൾ അവരെ ഒരു പ്രകമ്പനം പിടികൂടി. ഫഅസ്ബഹു, അവർ സുബ്ഹി സമയത്ത്, പ്രഭാത സമയത്തായി തീർന്നു. ഫീ ദാരിഹിം, അവരുടെ പാർപ്പിടത്തിൽ, ജാസിമീൻ, വീണ് കിടക്കുന്നവർ. അഖറ എന്നാണ്. അതൊക്കെ സംഭവം, ചരിത്രമൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അഖറ, അറുക്കുക. ഈ അറിവ് ഖുർആൻ ഒരു 4-5 വാക്ക് അതിനു വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. ഈ അറുക്കുക, അതിൽ അഖറ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ക്രൂരമായിട്ടുള്ള, അതായത് ഒട്ടകം ഓടിപ്പോകാതിരിക്കാൻ അതിൻ്റെ മുൻകാലുകൾ രണ്ടും വെട്ടിയതിനു ശേഷം അറുക്കുന്നതിനാണ് അഖറ അറിയുന്നത്. ഒട്ടകം ഓടിപ്പോകാതിരിക്കാൻ. സാലിഹ് നബിൻ്റെ ഈ അത്ഭുത ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ ഈ അത്ഭുത ഒട്ടകത്തെ അവർ അറുത്തത് ഒട്ടകം ഓടിപ്പോകാതിരിക്കാൻ അതിൻ്റെ 2 മുൻകാലുകളും വെട്ടി. ഇപ്പോൾ അത് മുട്ടുകുത്തും, വീഴും, പിന്നെ ഓടാൻ കഴിയില്ല. അങ്ങനെയാണ് അർത്ഥം. അതിനാണ് അഖറ എന്ന് പറയുക. സാധാരണഗതിയിൽ അർക്കണീന് എന്താ പറയുക, ആടിനർക്കുക, പോത്തിനർക്കുക, ദബഹ. സൂറത്ത് അൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഫദബഹുഹാ വമാ കാദു യഫ്അലൂൻ. ഒരു ഇസ്രായേൽക്കാരോട് ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞ സംഭവത്തിൽ ദബഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നഹറ എന്നുള്ള വാക്ക് ഒട്ടകത്തെ അറക്കണീന്ന് പറയുന്ന വാക്കാണ് നഹറ. ആടിനെയും പശുവിനെയൊക്കെ അറക്കണീന് അത് ദബഹ എന്നാണ് അധികം ഉപയോഗിക്കുക. നഹറ ഫൽസല്ലി ലിറബ്ബിക വൻഹർ, നഹറ. പിന്നെ നമ്മൾ സൂറത്ത് മാഇദ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ദക്ക ഇല്ലാമ ദക്കയിത്തു, വേട്ടമൃഗങ്ങൾ, വേട്ടക്ക് പിടികൂടിയ മൃഗങ്ങളെ പിടികൂടി അറക്കുന്നതിനാണ് ദക്ക എന്ന് പറയുക. അതേ സൂക്തത്തിൽ തന്നെ ഉണ്ട് വമാ ഉഹില്ല ലി ഗൈരില്ലാഹി ബി, ഉഹില്ല ലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക്. അത് ശിർക്കുമായി ബന്ധപ്പെട്ട അറിവിനാണ്, അള്ളാഹു അല്ലാത്തവരുടെ പേര് നേർച്ചയാക്കുന്ന സംഭവം. എന്നിട്ട് അതിനെ വലിയർക്കണീനെ സംബന്ധിച്ചാണ് വമാ ഉഹില്ല ലി ഗൈരില്ലാഹി ബി. ഇങ്ങനെ 5 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദബഹ, അഖറ, നഹറ, ദക്ക, വമാ ഉഹില്ല ലി ഗൈരില്ലാഹി. ഉഹില്ല ലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കപ്പെട്ട് ബലിയർക്കും. അപ്പോൾ അഖറ എന്ന് പറഞ്ഞാൽ അല്പം ക്രൂരമായ ഒരു ഒട്ടകം അറുക്കുന്നതിന് മുമ്പോ അറുത്ത് കഴിഞ്ഞിട്ടോ ഓടിപ്പോകാനുള്ള സാധ്യത തടയാൻ വേണ്ടിയിട്ട് കാലുകൾ വെട്ടിയിട്ട് അതിനെ വീഴ്ത്തിയിട്ട് അറുക്കുന്നതിനാണ് അഖറ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ നാഖത്തുള്ള എന്ന അള്ളാഹ് പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ അവരിൽപ്പെട്ട ഒരു എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് അർത്ഥത്. ആ നിർഭാഗ്യവാൻ ഇതിമ്പായസ അഷ്കാഹാറിനിലെ വല്ലാത്തൊരു നിർഭാഗ്യവാനാണ് അവൻ. അയാൾ എല്ലാവരോടും സമ്മതം ചോദിച്ചു അത്ര, നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ കൊന്നുതരാം, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കൊന്നുതരാം. ഇങ്ങനെയാണ് ആ നിർഭാഗ്യവാൻ ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞത്. അപ്പോൾ അതാണ് ഇവിടെ ഒക്കെ കൂടി സൂചിപ്പിച്ചു കൊണ്ടാണ് ഫഅഖറുന്നാഖ. അവർ സംഘങ്ങളുണ്ട്, എല്ലാവരിലേക്കും ചേർത്താണ് അഖറു, അവരൊക്കെ കൊന്നു എന്നാണ്. എന്താ അവരൊക്കെ കൊന്നു? ഒരാളല്ലേ കൊന്നിട്ടുള്ളൂ. അവരൊക്കെ അതിന് സമ്മതമാണ്, അവരൊക്കെ അതിന് പിന്തുണ കൊടുത്തവർ. അതുകൊണ്ട് അഖറു, അവരതിനെ അറുത്തു. അന്നാഖത്ത, ഒട്ടകത്തെ. വഅതൗ അൻ അംരി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ കൽപ്പനക്ക് അവർ ധിക്കാരം കാണിച്ചു, കൽപ്പനയോട് ധിക്കാരം കാണിച്ചു, ദുശാഠ്യം കാണിച്ചു എന്നൊക്കെയാണ് അത്ത. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു യാ സ്വാലിഹ്, അല്ലയോ സ്വാലിഹ്, ഇഅ്തിനാ ബിമാ തഈദുനാ, ഇത് പേടിപ്പിച്ചല്ലോ. ഈ ഒട്ടകത്തെ ചീത്തയായ വിധത്തിൽ അതിനെ സമീപിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകും എന്നാണല്ലോ നീ ഞങ്ങളെ പേടിപ്പിച്ചത്. ഇതാ 73-ാമത്തെ ആയത്തിൽ വലാ തമസ്സുഹാ ബിസൂഇൻ, ചീത്ത ഉദ്ദേശ്യത്തോടു കൂടി അതിനെ തുടരുത്. ഫയൗഖുദക്കും അദാബുൻ അലീം, അപ്പോൾ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ശിക്ഷ എവിടെ? ഞങ്ങൾ കൊന്നു കേട്ടോ, കൊന്നു. ഇനി ഞങ്ങളൊന്ന് ശിക്ഷിക്കണതൊന്ന് കാണണം. ഇൻ കുന്ത മിനൽ മുർസലീൻ, നീ മുർസലുകളിൽപ്പെട്ടവനാണെങ്കിൽ. ബിമാ തഈദുന, വഅദ യഈദു എന്നുള്ള വാക്ക് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 അർത്ഥം കിട്ടും അതിന്. ഒന്ന്, ശിക്ഷയുമായി ബന്ധപ്പെട്ട ആണ് പറയുന്നതെങ്കിൽ വഅദ എന്ന ഭീഷണിപ്പെടുത്തുക എന്നാകുമല്ലോ അർത്ഥം, ഭീഷണിപ്പെടുത്തുക. അല്ല, രക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ കരാർ ചെയ്യുക. അള്ളാഹു കരാറ് വഅദല്ലാഹു അല്ലദീന ആമനു, മുഅ്മിനുകളോട് അള്ളാഹു തആല കരാറ് ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നിഷേധത്തെ സംബന്ധിച്ച് നരകത്തെ സംബന്ധിച്ചു ആകുമ്പോൾ എന്താ പറയുക, ഭീഷണിപ്പെടുത്തലുമാകും. അപ്പോൾ ഇവിടെ ഭീഷണിപ്പെടുത്തുക എന്നർത്ഥം കിട്ടുക. സ്വാഭാവികമായും എന്തിനെയാണ് അവർ ചോദിക്കുന്നത്? ശിക്ഷയെയാണ്. അപ്പോൾ ഇഅ്തിനാ ബിമാ തഈദുന, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത് ഞങ്ങൾക്ക് കൊണ്ടുപോവാ. ഇഅ്തിന, അത്താർന വന്നു ന, ഇഅ്തിന ബി, ബീന്ന് കൂടി കൂട്ടി പറയുമ്പോൾ കൊണ്ടുവരിക, നീ ഞങ്ങളിലേക്ക് കൊണ്ടുപോവാ. ഇൻ കുന്ത മിനൽ മുർസലീൻ, നീ മുർസലുകളിൽപ്പെട്ടവനാണെങ്കിൽ. ഫഅഖദതുഹും അർറജ്ഫത്തു, അവരെ ഒരു റജ്ഫത്ത് പിടികൂടി. റജ്ഫത്ത് പറഞ്ഞ ഒരു പ്രകമ്പനം, എന്താണെന്ന് ആലോചിക്കാൻ കഴിയുന്നതിൻ്റെ മുമ്പ് ഒരു ഘോരമായ പ്രകമ്പന, ഭൂമി കുലുക്കം എന്നതിനർത്ഥം പറയാം. അല്ലെങ്കിൽ ആകെ കൂടി ഒരു ഖുർആൻ ഒരു സ്ഥലത്ത് സ്വൈഹത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, ഒരു സ്ഫോടന ശബ്ദം, ഒരു ഗർജ. ഇതേ വിഷയം റജ്ഫത്ത് എന്ന് ഇവിടെ പറഞ്ഞു, സ്വൈഹത്ത് എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വാഇഖത്ത്, ഇടിനാദം, ഇടിനാദം. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെയൊക്കെ ഭീകരത അനുഭവിക്കാൻ കഴിയുമാറുള്ള അത്യുഗ്രൻ ഒരു ശബ്ദമാണ് അവർ കേൾക്കുന്നത്. ത്വാഗിയ, ത്വാഗിയ, ഭീകരമായ എല്ലാ പരിധികളെയും ലംഘിക്കുന്ന ഒരു ശബ്ദം, എല്ലാ പരിധികളും അതിരുകളും വിട്ട ഒരു ശബ്ദം. ഈ ഇടിനാദമൊക്കെ അപ്രതീക്ഷിതമായി നമ്മൾ കേൾക്കുന്ന ഇടിനാദമൊക്കെ തന്നെ നമ്മൾ ഞെട്ടിച്ചാടുന്നുണ്ട് പലപ്പോഴും. ഖദീനയുടെ ശബ്ദം,
അത് പെട്ടെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായില്ല, ഒരു കുട്ടി ഈ പൊട്ടൽ ശബ്ദം കേട്ടിട്ട് ആകെ നീല നിറമായി ശ്വാസം നഷ്ടപ്പെട്ടു. അതിൻ്റെ കുട്ടിയുടെ പരിചരിക്കാതെ നിന്ന വീട്ടിൽ താമസിക്കാതെ നിന്നിരുന്ന സ്ത്രീ പറയാണ്, പൊട്ടിക്കല്ല് ഇവിടെ വെച്ചിട്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഈ പടക്കം പൊട്ടിക്കണവരും കദീന പൊട്ടിക്കണവരും കല്യാണത്തിനും ആഘോഷത്തിനും പൂരത്തിനും നേർച്ചക്കൊക്കെ പരിസര പ്രദേശങ്ങളിലുള്ളവരെ മുഴുവൻ മറക്കുകയാണ്. വലിയ ഉപദ്രവമാണ്. രോഗികളുണ്ടാകും, ഹാർട്ട് പേഷ്യൻസ് ഉണ്ടാകും. പെട്ടെന്നുള്ള കദീന വെടി ഇവരുടെ ഹാർട്ടിന് കൂടുതൽ ദോഷം ചെയ്യും. പിഞ്ചു കുട്ടികൾക്ക് ദോഷം ചെയ്യും, രോഗികൾക്ക് ദോഷം ചെയ്യും. പഠിക്കുന്ന അപ്പോൾ ഇത് ഞാൻ കൂട്ടത്തിൽ പറയുകയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണിത്. നേർച്ചയാണ്, പൂരയാണ്, അവിടെ കല്യാണം ഉണ്ട്, നെടി പൊട്ടിക്കാറി മുസ്ലിം സമുദായ തോന്നിയാസങ്ങൾ ഇങ്ങനെ കാട്ടുള്ളൂ, വേറെ ആരും അത് ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ ആ വിഭാഗത്തെ അല്ലാഹു തആല നശിപ്പിച്ചത് ഒരു അതിഭയങ്കരമായ അതിഭയാനകമായ സ്ഫോടനത്തോടെയാണ്. അതാണ് ഫഅഖദതുഹും റജിഫ. 4 വാക്ക് ഇവരെ നശിപ്പിച്ച ആ ശബ്ദത്തിൻ്റെയും പ്രകമ്പനത്തിൻ്റെയും ഒക്കെ തോത് അല്ലെങ്കിൽ അതിൻ്റെ കടുപ്പം അറിയിക്കാൻ അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ പറയും, ഇവിടെ റജിഫത്താണ്, ചില സ്ഥലങ്ങളിൽ സ്വൈഹത്ത് എന്നാണ്. സ്വൈഹത്ത് കാരണം ഘോരമായ ശബ്ദം, അട്ടഹാസം, ഗർജനം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. പിന്നെ സ്വാഇഖത്ത്, സ്വാഇഖത്തിന് സാധാരണ പറയുക ഗുരുതരമായ അല്ലെങ്കിൽ ഭീകരമായ ഇടിനാദം, സ്വാഇഖത്ത്. വേറൊന്ന് ത്വാഗിയത്ത് എന്നാണ്. ത്വാഗിയ അതും എല്ലാ നമ്മളുടെ കണക്കുകൂട്ടലുകളെയും ഭേദിച്ചു കൊണ്ടുവരുന്ന ശബ്ദം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇത് 4 ഖുർആൻ ഈ വിഭാഗത്തെ നശിപ്പിച്ചതിനെ സൂചിപ്പിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ 4 വാക്കുകളിലും അടങ്ങിയിരിക്കുന്ന ആശയം എന്താണോ അതൊക്കെ ഒരേ സമയം അവരെ പിടികൂടുകയാണ്. അതുകൊണ്ട് ഈ 4 പദം അല്ലാഹു തആല പ്രയോഗിച്ചു. ഇത്തരത്തിൽ അല്ലാഹു അവരെ നശിപ്പിച്ചു. ഫഅഖദതുഹും റജിഫത്ത് ഫഅസ്ബഹു. അസ്ബഹ എന്താ? നേരം വെളുക്കുക, സുബഹിയാവുക. അവർ സുബഹി സമയത്തായി തീർന്നു. ഫീ ദാരിഹിം, അവരുടെ വീടുകളിൽ ജാസിമീൻ, മുട്ടുകുത്തി വീണവർ. എന്താ സുബഹി സമയത്തായിത്തീരാ? ഒരു മനുഷ്യൻ ഏറ്റവും നിർഭയനായിരിക്കുക എവിടെയാകുമ്പോഴാണ്? അവനാൻ്റെ വീട്ടിലാണ്. ഏത് പേടിയുണ്ടാകുമ്പോഴും, ഏത് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴും, ഏത് ക്ഷീണമുണ്ടാകുമ്പോഴും, ഏത് രോഗമുണ്ടാകുമ്പോഴും, ആപത്ത് പറ്റിയാൽ നമ്മൾ എവിടേക്കാണ് ഓടുക? വീട്ടിലേക്കാണ്. വീട്ടിൽ ആ കട്ടിൽമ കടന്ന് വീട്ടിലുള്ള ആൾക്കാരുടെ പരിചരണവും അവരുടെ അതൊരാശ്വാസമാണ്. ആ വീടാണ് മനുഷ്യന് ആശ്വാസമുള്ളൊരു സ്ഥലം. അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയാലും നമുക്ക് വീട്ടിലേക്ക് മടങ്ങണം തോന്നുന്നു. അങ്ങാടിക്ക് മടങ്ങണം നമുക്ക് തോന്നണില്ലല്ലോ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തേക്ക് മടങ്ങണം നമുക്ക് തോന്നണില്ലല്ലോ. അപ്പോൾ അവർ ഫസ്ബഹു, പ്രഭാത സമയത്ത് വീടുകളിലായി. അതെ, പ്രഭാത സമയത്തിനുള്ള പ്രത്യേകത എല്ലാവരും വളരെ നിർഭയരായി ഉറങ്ങിയിരിക്കണം. എല്ലാവരും ഞാൻ സാധാരണ പറയാം, കടന്നൽ കൂട്ടിൽ തീയിടല എപ്പോഴാണ്? അന്തിക്കാണ്. എന്തിനാ കടന്നൽ കൂട്ടിന് അന്തിക്ക് തീയിടണം, ചൂടുവെള്ളം ഒഴിക്കണം? എല്ലാവരും കൂട്ടിലടങ്ങിക്കും. എല്ലാവരും കൂട്ടിലടങ്ങിക്കും. പകൽ കടന്നലൊക്കെ പാറി, വലിയ കടന്നലിനൊക്കെ അങ്ങനെ ചെയ്യാം. രാത്രി നമ്മളൊക്കെ പണ്ട് ഇവിടെ നമ്മളെ പരിസരത്തൊക്കെ കടന്നൽ കൂടെ രാത്രി ആ കാത്തുകൊണ്ടു നിങ്ങൾ തീ കത്തിച്ച് കാട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ പറന്നു പോയിരുന്നതിൽ പെടൂലല്ലോ. അപ്പോൾ എല്ലാവരും പെടാൻ വേണ്ടി തന്നെ എല്ലാവരും ഒന്ന് പെരയാണ് ഏറ്റവും നിർഭയമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആ പെരയിൽ കടന്നാൽ പോലും അള്ളാഹുവിന് അവരെ നശിപ്പിക്കാൻ ഒരു പ്രയാസമല്ല. അവർ നമ്മുടെ വീടൊക്കെ എന്ത് അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിൻ്റെ സ്ഫോടനവും ഗർജനമൊക്കെ ഉണ്ടായാൽ പൊടിയായിപ്പോകും. അതാണ് ഫസ്ബഹു ഫി ദാരിഹിം, അവരവരുടെ വീടുകളിൽ. ഈ നാടിൽ എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, നാടൊന്നായിട്ട് നശിച്ചിരിക്കുക. ജാസിമീൻ, മുട്ടുകുത്തി വീഴുക. മനുഷ്യൻ മുട്ടുകുത്തി നിൽക്കൽ എപ്പോഴാണ്? ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തി. എല്ലാ പ്രതിരോധവും അള്ളാഹിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി സുജൂദിൽ വീഴുന്നത് എപ്പോഴാണ്? അതിലറിഞ്ഞൊരു മനുഷ്യന് ചെറുതാകാൻ പറ്റില്ല. ഒരു വലിയ രാജാവിൻ്റെ മുമ്പിലോ പോലീസുകാരൻ്റെ മുമ്പിലൊക്കെ ആൾക്കാർ മുട്ടുകുത്തി കൈകൂപ്പണത് എപ്പോഴാണ്? നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ രക്ഷപ്പെടുത്തലേ ഉള്ളൂ. ആ ഒരു അവസ്ഥ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല രക്ഷിക്കാൻ എന്ന ഒരു ബോധം ഈ ചരിത്രം കേൾക്കുന്ന നമ്മിലും, മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന ബോധം അതൊക്കെ നമ്മിലും ഇത് കേൾക്കുന്നവരിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രയോഗിക്കുക. ഫസ്ബഹു ഫി ദാരിഹിം ജാസിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അന്ന് പ്രവാചകന്മാരുണ്ടാകുമ്പോൾ മോമിനീങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തും, പ്രവാചകന്മാരെയും അവരുടെ കൂടെയുള്ള മോമിനീങ്ങളെയും. പിൽക്കാലത്ത് ഇന്നൊക്കെ ഉണ്ടാകുന്ന ശിക്ഷയാണെങ്കിലോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പരീക്ഷണമാണ്. വിശ്വാസികളെ മാത്രമായിട്ട് രക്ഷപ്പെടുത്തുന്ന ഏർപ്പാടില്ല, അവരും വിടും. പ്രവാചകന്മാരുടെ കാലത്താണെങ്കിലോ
പ്രവാചകന്മാരെയും അവരുടെ കൂടെയുള്ളവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തും. നമ്മൾ പറഞ്ഞു ലൂത്ത് നബി അലൈഹി ഇസ്ലാമയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഹൂദ് നബി അലൈഹി ഇസ്ലാമയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമയെയും സംഘത്തെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, നൂഹ് നബി അലൈഹി ഇസ്ലാമയെയും സംഘത്തെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്താത്ത എന്നിട്ട് അവർ ഒട്ടകത്തെ അറുത്തു. നമ്പി റബ്ബിഹിം അവർ അവരുടെ റബ്ബിൻ്റെ തീരുമാനത്തോട് കൽപ്പനയോട് ധിക്കാരം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു. വഖാലു അവർ പറഞ്ഞു യാ സ്വാലിഹ് ഇഅ്തിനാ ബിമാ തഅഇദുനാ, ഓ സ്വാലിഹ് നീ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവരൂ. ഇൻ കുൻത മിനൽ മുർസലീൻ, താങ്കൾ നീ മുർസലുകളിൽ ദൈവദൂതന്മാരിൽപ്പെട്ടവനാണെങ്കിൽ. അതപ്പോഴും അവർ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് അവർ നിഷേധിക്കുകയാണ്. അതാണ് നീ ദൈവദൂതനാണെങ്കിൽ അത് കൊണ്ട് ഒരു പരിഹാസം ഉണ്ട്, അതിൽ ഒരു പരിഹാസമുണ്ട്. ഫഅഖദതുഹുമുർ റജ്ഫത്തു, അവരെ ഒരു ഘോരമായ പ്രകമ്പനം പിടികൂടി. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അവർ അവരുടെ വീടുകളിൽ വീണ് കിടക്കുന്നവരായി തീർന്നു പ്രഭാത സമയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ വിനീതരായി വിധേയരായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ആദ്യം നമുക്ക് എന്നും അവസരവും ആരോഗ്യവും ഈമാനും കരുത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഈ റമളാൻ മാസത്തിൽ ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ രക്ഷിതാവേ. രാത്രികളിൽ ഓരോ രാത്രിയിലും ധാരാളക്കണക്കിന് ആളുകളെ നീ നരകത്തിൽ നിന്ന് മുക്തരാക്കി രേഖപ്പെടുത്തുമല്ലോ. അങ്ങനെ നരകമുക്തി രേഖപ്പെടുത്തപ്പെടുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ളവരെയും ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.